ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. രാവിലെ തീ കത്തിച്ചു, സ്റ്റാർട്ട് ചെയ്തു. കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ റബ്ബ് അത് പൂർത്തീകരിച്ച് തന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മോള് ഫോണുമായിട്ട് പോയിട്ട് കുറേ നല്ല നല്ല സീനറി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ നല്ല സീനറി അതങ്ങ് ക്യാപ്ചർ ചെയ്തു കേട്ടോ. ഫോണിലേക്ക് വീഡിയോസ് ആക്കി എടുത്ത്. അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതുകൊണ്ട് വെട്ടിയിട്ടുണ്ട്, ചുറ്റുപാട് വെട്ടി. ഇത്രയും ഭാഗം കാടാണ് കേട്ടോ ശരിക്കും. അതിന് ചുറ്റുപാട് നമ്മൾ മെഷീൻ വെച്ച് കട്ട് ചെയ്താണ്. ഇതാ ചിക്കൻ കറി പുറത്താണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഇവള് ഇതെല്ലാം അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പണിക്കാർ സാധനങ്ങൾ കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇതുണ്ടോ ആകെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്ത കാരണം. അങ്ങനെ ഇതാ മോനെ വരുന്നുണ്ട്, അവന് കണ്ണടയൊക്കെ വെച്ച് MGR പോലെ ഇങ്ങ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് ഇതാണ്ട് ഇങ്ങനെ സെറ്റാക്കുകയാണ് കേട്ടോ. ഒരു പണികളാണ് ഇതൊക്കെ. റെഡിയായി വരുന്നേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, കുറച്ച് സാധനങ്ങൾ ഇനി മാറ്റാനുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ എവിടേക്ക് മാറ്റേണ്ടതെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. അങ്ങനെ ഒരു വിഷമത്തിലാണ് ഉള്ളത്. എന്തായാലും സാവകാശം കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. ഒരു റൂമിലേക്കല്ലേ ഉള്ളൂ, റൂമിലല്ലേ. അങ്ങനെ ഇത് അടുക്കള വശമാണ്. അവൾ വീണ്ടും തിരിച്ചും കയറി. ഇനി കുറേ കാടും പടലുകളൊക്കെ അവൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൽ. കണ്ടാ നമ്മുടെ വീട് ഇച്ചിരി വ്യൂവിൽ ഇങ്ങനത്തെ കാണാൻ പറ്റുന്നുണ്ട്. കവുങ്ങും തോട്ടമുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ റോഡാണ്, നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ വരുന്നൊരു റോഡാണ് കേട്ടോ. ആ റോഡിൻ്റെ അതിലൂടെ ഇവിടെ നമ്മുടെ അയൽവാസികളൊക്കെ ഇവരാണ്. നായരേട്ടൻ്റെ വീടുണ്ട് തൊട്ടടുത്തിന്, ബിയാത്താൻ്റെ വീടുണ്ട്. അങ്ങനെ ഒരു വാക്കത്തി വാങ്ങാൻ വേണ്ടി അവളെ പറഞ്ഞു വിട്ടാണ് കേട്ടോ. അവൾ നാവ് കൊണ്ട് കത്തിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇതാ ഓരോ ഇതും ഇഷ്ടംപോലെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ സാവകാശം അടിച്ച് പൊളിച്ച് അവളങ്ങനെ പോവാണ് കേട്ടോ. പോയി നായരേട്ടൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ തൊട്ട് അവിടെ ആളില്ലാന്ന് തോന്നുന്നു ഗൈസ്. അവിടെ വാക്കത്തി വാങ്ങാൻ അവിടെ കാണും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? വാക്കത്തി എന്നാണോ പറയുക? മടവാൾ, കൊടുവാൾ എന്നൊക്കെ പറയുമോ? എന്തായാലും ഞങ്ങളവിടെ പോയി അവിടെ നിന്നാണ് വാങ്ങുന്നത്. അവിടെ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. നായരേട്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ കാണാത്തോണ്ട് പിന്നെ കോളിംഗ് ബെൽ അടിച്ചു. പക്ഷെ അപ്പോഴും അവർ വാതിൽ തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം അവർ വാതിൽ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ ആള് സ്ഥലത്തില്ല. അവർ വീട് അപ്പുറത്ത് പണിയുന്നുണ്ട്, അങ്ങോട്ട് പോയതായിരിക്കും. അങ്ങനെ അവിടെ തിരിച്ചിറങ്ങി നേരെ ഇനിയിപ്പോൾ വീടുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇത്രയും വീടുകളുണ്ടെന്ന്. അവിടെ നമ്മൾ വീട് കാണുന്നത് അവിടെ സൈഡിൽ കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ വീട്. ഇത് നായരേട്ടൻ്റെ ആരയാണ് കേട്ടോ. കളിയൊക്കെ കിട്ടുന്ന ആരയാണിത്. അതിൻ്റെ ബാക്കിലായിട്ട് വരും നമ്മുടെ വീട് കേട്ടോ. അങ്ങനെതാ നമ്മുടെ നായരേട്ടൻ്റെ വീട്ടിലേക്ക്. ഇതാണ് പുതുതായിട്ട് അവർ വീടുണ്ടാക്കുന്ന സ്ഥലം. നായരേട്ടൻ്റെ പുതിയ വീടുണ്ടാക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറി വീണ്ടും വാക്കത്തി വയ്ക്കാൻ വേണ്ടി നിൽക്കണം ഗൈസ്. ഇതാ വീട് പണിയുന്നുണ്ടോ? പണിത് തീർന്നില്ല. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള ചെറിയ ഇടവഴിയാണ്. 3 അടി വഴിയിട്ടോ, നടന്നു പോകാനുള്ള വഴിയാണ്. അതാ കാണുന്നതാണ് നമ്മുടെ വീട്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് വണ്ടി വരുന്ന വഴിയുണ്ട്. നമുക്ക് 3 അടി വഴി നടക്കണം. ഇവിടെ നല്ല തോട്ടിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ടോ ഗൈസ്. വെള്ളം മേലെ വരെ എത്തി, തോട്ടിൻ്റെ മുകളിലേക്ക് എത്തി. പുല്ലൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കെട്ടിക്കൊടുക്കാത്തതുകൊണ്ട്. ഓക്കെ, ബായ്. സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ.